ഹായ് ഹലോ ആൾ. അപ്പോൾ നമ്മുടെ മീറ്റ് ദ ചാമ്പ്യൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ആരെയാണെന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഉജ്വലിനെയാണ്. ഉജ്വൽ നമ്മുടെ ഒരു കുഞ്ഞു സെലിബ്രിറ്റി കൂടിയാണ്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഉജ്വൽ. അപ്പോൾ നമുക്ക് വേഗം ഉജ്വലിൻ്റെ വീട്ടിലേക്ക് പോകാം. ഹായ് ഹലോ ഓൾ. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഉജ്വലിൻ്റെ വീട്ടിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉജ്വലുണ്ട്. എനിക്ക് തോന്നുന്നു ഉജ്വലിനെ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ മിസ്സേ. കാരണം നമ്മളെ വളരെ അടിപൊളിയായിട്ട് മൈൻഡ് കാൽക്കുലേഷനും റുബിക്സ് ക്യൂബും ഒക്കെ ചെയ്യുന്ന ഒരു മിടുക്കനാണ് നമ്മുടെ ഉജ്വൽ. ഉജ്വലിൻ്റെ അമ്മ അതാ ഇവിടെ തൊട്ടടുത്തിരിപ്പുണ്ട്. ഉജ്വലിൻ്റെ ടീച്ചർ ഇതാ നീതു മിസ്സും നമ്മളെ കൂടെ ഉണ്ട് അബാക്കസിൻ്റെ. അപ്പോൾ നമുക്ക് ഉജ്വലിൻ്റെ അടുത്ത് തന്നെ ആദ്യം ചോദിക്കാം, എന്താണ് ഉജ്വൽ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല തന്നെ. ഓക്കെ, ഈ റുബിക്സ് ക്യൂബ് സെറ്റ് ആക്കുന്നതൊക്കെ ഇനി എങ്ങനെയാ പഠിക്കുന്നത്? ഈ കണക്ക് കൂട്ടലും റുബിക്സ് ക്യൂബും കൂടി എങ്ങനെയാ ചെയ്യുന്നത്? അത് മുമ്പിലൊരു അബാക്കസ് ഇമാജിൻ ചെയ്യൂ, എന്നിട്ട് ഈ റുബിക്സ് ക്യൂബ് ചെയ്യുമ്പോൾ അതിലും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഓ, ഭയങ്കര കഷ്ടപ്പാടുള്ള. എനിക്കൊന്നും ഇത് ചെയ്യാൻ പറ്റൂല കേട്ടോ. ഇത് അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് അബാക്കസിന്റെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ ഉജ്വലിന് എന്താ തോന്നിയിട്ടുള്ളത്? ഫസ്റ്റ് മുതൽ ഇങ്ങനെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നോ? ആദ്യമൊക്കെ കുറച്ചൊക്കെ മനസ്സിലായിരുന്നു, പിന്നെ മനസ്സിലായി തുടങ്ങി. നല്ലതായിട്ട് മനസ്സിലായി തുടങ്ങി. പ്രാക്ടീസ് ചെയ്യലുണ്ട് എപ്പോഴും പ്രാക്ടീസ് ചെയ്യലുണ്ട്. അപ്പം മിസ് എന്തൊക്കെയാ പറയല് ക്ലാസ് എടുക്കുമ്പോൾ? എങ്ങനെയെങ്കിലും പറയലുണ്ട് മിസ് ഇങ്ങനെ ഇന്ന കാര്യം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു? മിസ് ഒരു പ്രാവശ്യം പറഞ്ഞത് പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ. മിസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, മിസ് ഒരു ക്വസ്റ്റ്യൻ ഒരു വട്ടേ പറയുള്ളൂ അല്ലേ. പക്ഷെ അത് പറയുന്നോണ്ട് എന്താ ഗുണം? അത് ഇത് മൈൻഡ് കാൽക്കുലേഷന് ചെയ്യാമെങ്കിൽ അതുകൊണ്ടാണ് പറ്റിയത്. ഓ അതെ, ആ ഒരു ഇതിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നോണ്ടാ അല്ലേ. ഓക്കെ, അപ്പോൾ ഉജ്വല് കേട്ടല്ലോ എല്ലാവരും. ഉജ്വല് ഭയങ്കര ഉഷാറായിട്ട് നമ്മുടെ മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യുന്ന ആളാണ്. മിസ്സിൻ്റെ കുറേ ട്രിക്സും മിസ് എടുക്കുന്ന രീതിയുടെ ഒക്കെ അടിപൊളി ആയിട്ടുള്ള അതിൻ്റെ റിസൾട്ട് ഉജ്വലിന് അറിയാം അല്ലേ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഉജ്വലിൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അമ്മ വന്നപ്പോൾ മുതൽ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, അയ്യോ ഞാൻ സംസാരിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പേടിയും വേണ്ട. ഇത്രയും സ്മാർട്ടായിട്ടുള്ളൊരു മോനെ കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യാൻ, നമുക്ക് ഇങ്ങനെയൊക്കെ നിൽക്കേണ്ടി വരും അല്ലേ. ക്യാമറേൻ്റെ മുന്നിലൊക്കെ നിന്ന് സംസാരിക്കണം അല്ലേ. അപ്പം അമ്മ പറയോ എന്താണ് തോന്നിയത് ഉജ്വൽ തുടക്കം മുതൽ? ഇപ്പോൾ അബാക്കസിൽ ഫസ്റ്റ് ക്ലാസ് മുതൽ അമ്മ കാണുന്നുണ്ടല്ലോ, അപ്പം ഉജ്വലിന് വന്നിട്ടുള്ള ആ ഒരു മാറ്റം അതിനെ കുറിച്ച് പറയാമോ, എന്തൊക്കെയായിരുന്നു എന്ന്? ഓന് പഠിക്കാനൊക്കെ കൂടുതൽ താല്പര്യം കൂടിയിട്ടുണ്ട്. പിന്നെ ഓൻ്റെ ടീച്ചറാണെങ്കിൽ നല്ലോണം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അതുകൊണ്ട് ഓന് മാത്സിലൊക്കെ നല്ലോണം പഠിക്കാൻ കഴിയുന്നുണ്ട് അബാക്കസിനോട്. ഈ റുബിക്സ് ക്യൂബും കൂടി അവൻ അങ്ങ് കൈവശപ്പെടുത്തി ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യുന്ന കണ്ടപ്പോൾ എന്താ തോന്നി അമ്മയ്ക്ക്? നല്ല സന്തോഷം തോന്നി. അല്ല, ആ ചിന്തിച്ചിട്ടുണ്ടോ അപ്പം മോനെ ആദ്യമായിട്ട് അബാക്കസിനൊക്കെ ചേർത്തുമ്പോൾ ഇവൻ ഇത്രയും അടിപൊളി? കാരണം ഇത് ചെറിയൊരു കാര്യമല്ലല്ലോ, ഭയങ്കര വലിയ കാര്യമാണ് ഈ ഒരു പ്രായത്തിൽ ഇത് ചെയ്യാം. അപ്പം അമ്മ പ്രതീക്ഷിച്ചിരുന്നോ ഇവൻ ഇങ്ങനെയൊക്കെ ആവും എന്നൊക്കെ? ഒരിക്കലും ഇല്ല. ഓക്കെ, അപ്പൊ അച്ഛൻ എന്താ പറയാറുള്ളത് ഈ അബാക്കസിന്റെ ക്ലാസ്സിനെയൊക്കെ പറ്റി പറയുമ്പോൾ? അച്ഛൻ്റെ ഒരു ഇതെന്താ, പോണം എന്നാണോ? അച്ഛനും ഓനും ഒക്കെ ഞാനും ഒക്കെ തന്നെ പിന്നെ ഓരോ ലെവൽ കഴിയുന്നതിനനുസരിച്ച് സെക്കൻഡ് ലെവൽ, ഫസ്റ്റ് ലെവൽ കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ലെവൽ പോകണം. ഓനോട് ചോദിക്കും, മോൻ പറയും ഇതെത്ര ഉണ്ടോ അത്രയും പോകണം. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ കുട്ടികളും നമ്മുടെ ക്ലാസ്സസിൻ്റെ ഒക്കെ ഒരു റിസൾട്ട് തന്നെയാണത്. എല്ലാ കുട്ടികളും വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങളോട് ഇതാ പറയുന്നത്, ഒരു ലെവൽ കഴിയുമ്പോൾ അവൻ തന്നെ അല്ലെങ്കിൽ അവൾ തന്നെ ഞങ്ങളോട് പറയും അടുത്ത ലെവൽ ഞങ്ങൾക്ക് ചെയ്യണം. അപ്പം അത് നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. മിസ്സിനെയും കൂടി ഇരുത്തി ഞാൻ പറയുകയാണ്, വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പം അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ അവൻ ഇത് പഠിപ്പിച്ചെടുക്കാൻ? തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നീതു മിസ് വന്നതോടുകൂടി പ്രയാസങ്ങളില്ല. അന്നെന്ന് എടുക്കുന്ന ഇത് അന്നെന്ന് തന്നെ പഠിച്ചോളാം. അതുകൊണ്ട് ഇവർക്ക് പേടിയാണ്. അതുകൊണ്ട് ഇവർ അന്നപ്പം തന്നെ രാത്രിയാണെങ്കിലും എത്ര വൈകിട്ടാണെങ്കിലും അത് ചെയ്ത് വെച്ചിട്ട് ഉറങ്ങുള്ളൂ. ഓക്കെ, അപ്പം എല്ലാ ദിവസവും ഈ പറയുന്ന ഓൺലൈൻ ക്ലാസ് ആണല്ലോ, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ? ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഓഫ്ലൈനിലെ പോലെ തന്നെയാണ് അത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ആണല്ലേ. അപ്പോൾ അമ്മയ്ക്ക് എന്താ തോന്നുന്നത് ഇപ്പം മക്കളെയൊക്കെ നമ്മൾ ഈ അബാക്കസ് പഠിപ്പിക്കാനൊക്കെ ചേർത്തുമ്പോൾ ഏകദേശം ഏത് പ്രായത്തിൽ ചേർത്തുന്നതായിരിക്കും നല്ലത് എന്നാ തോന്നുന്നത്? ചെറിയ പ്രായത്തിൽ തന്നെ ചെറുതായിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താ പറയുക, അത്രയും അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഉജ്വൽ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഞാൻ സംസാരിക്കണോ എന്ന് പേടിച്ചിരുന്ന അമ്മയാണ് ഇപ്പോൾ ഇത്രയും നമ്മളടുത്ത് സംസാരിച്ചത്. കൂടെ ഉജ്വലിൻ്റെ മിസ്സും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉജ്വലിൻ്റെ ഒരു പെർഫോമൻസ് കാണണ്ടേ മിസ്സേ?
എന്തായാലും ഉജ്ജ്വലിന്റെ പെർഫോമൻസിന് മുമ്പ് ഉജ്ജ്വലിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഉജ്ജ്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും പരിചയമാണ്. ലാൻസ് ജൂനിയറിലെ എല്ലാ കുട്ടികൾക്കും പരിചയമുള്ള ഒരു ഫേസാണ് ഉജ്ജ്വലിന്റെ. അത് എന്തുകൊണ്ട് എന്നുള്ളത് ഉജ്ജ്വലിന്റെ പെർഫോമൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ ഉജ്ജ്വലിനെ പോലെ തന്നെ നമുക്ക് എടുത്തു വരേണ്ട കാര്യമാണ് ഉജ്ജ്വലിന്റെ പാരൻസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ് ആണെന്ന് പറഞ്ഞു. അപ്പം ചില സമയത്ത് ചില കുട്ടികളൊക്കെ ലീവ് ആവുന്നൊരു കേസ് വരും. കറണ്ട് ഇല്ല, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ്, അങ്ങനെയാണ് ഒരു ഓൺലൈൻ നമുക്ക് പറയാവുന്ന ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു സന്ദർഭത്തിൽ പോലും പല ക്ലാസ്സുകളും അടുത്ത വീട്ടിൽ പോയിട്ട് പോലും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു കുട്ടികൾ ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ആ പാരൻസും കൂടി എടുക്കുന്ന ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. അത് വളരെ വലുതാണ്. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉജ്ജ്വലിനെ സംബന്ധിച്ച് ഉജ്ജ്വലിനെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മളെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡൻസിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഉജ്ജ്വലിനെ പറയാം. ഉജ്ജ്വലിൻ്റെ അടുത്ത് ക്യൂബ് ഉജ്ജ്വൽ നമ്മളെ ലാൻസ് ജൂനിയറിൽ തന്നെയുള്ള ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ് ഉജ്ജ്വൽ ക്യൂബ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ക്യൂബ് പഠിച്ച് സോൾവ് ചെയ്ത് ഫസ്റ്റ് ഡേ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഉജ്ജ്വൽ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് ഷെയർ ചെയ്തെന്നൊരു വീഡിയോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം ഒരു വൺ വീക്ക് എടുത്തോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. 1 വീക്കിനുള്ളിൽ തന്നെ അവനത് ഓൺലൈൻ ക്ലാസ് കണ്ട് സോൾവ് ചെയ്ത് പഠിച്ച് എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ ഉജ്ജ്വലിൻ്റെ അടുത്ത് വന്നു, ഇനി ഒരു ടാസ്ക് തരുവാണ്. ഇനി ക്യൂബ് ചെയ്യുന്ന കൂടെ അബാക്കസിൻ്റെ വിത്തൗട്ട് അത് വിഷ്വൽ അബാക്കസും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ആൾക്കൊരു ടെൻഷൻ ആയിരുന്നു, പറ്റുമോ എന്നുള്ളൊരു സംഭവം നമുക്കുണ്ടാവുമല്ലോ. ഇത് രണ്ടും കൂടി എങ്ങനെ പോസിബിൾ ആവും? കാരണം രണ്ടും ഒരു സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സംഭവങ്ങളാണ്. ക്യൂബാണെങ്കിലും അബാക്കസ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല കോൺസെൻട്രേഷൻ വേണം, നല്ല ഹാർഡ് വർക്ക് വേണം. അപ്പോൾ അത് ആൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഉജ്ജ്വലിനെ അത് പറ്റും എന്നുള്ളത്. അപ്പം ഞാൻ ടാസ്ക് കൊടുത്തു. പക്ഷേ അതും ഇതേപോലെ തന്നെ ഉജ്ജ്വൽ വളരെ നന്നായിട്ട് ചെയ്തു. എനിക്കതിൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം നമ്മൾ കൊടുക്കുന്ന ഒരു ടാസ്ക് കുട്ടികൾ അത്രയും നന്നായി പെർഫോം ചെയ്യുമ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. അപ്പം ഏറ്റവും എന്താ പറയുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസിൽ ഒരാൾ തന്നെയാണ് ഉജ്ജ്വൽ. നമുക്ക് ഉജ്ജ്വലിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസ് കൂടെ കാണുമ്പോൾ എല്ലാവർക്കും അത് കാര്യങ്ങൾ ബോധ്യവും കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഉജ്ജ്വലിൻ്റെ വീട്ടിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഉജ്ജ്വൽ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ്. ഉജ്ജ്വലിൻ്റെ ഒരു അടിപൊളി പെർഫോമൻസും കൂടി നമുക്ക് കാണാം.